നമ്മോടൊപ്പം CPIM നേതാവ് കെ അനിൽകുമാർ കൂടിയുണ്ട്. നമുക്ക് കോടതിയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. സാലി ദയവായി തുടരൂ. കെ അനിൽകുമാർ, അതായത് ED മറയാക്കി CPIM-നെതിരായ നീക്കം നടത്തിയ VD സതീശനുള്ള വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. ഹൈക്കോടതി ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സർക്കാരിനോട്. എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ് 27 ദിവസം ഈ 9ാം പ്രതി നിങ്ങളുടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നില്ലേ അടക്കമുള്ള ചോദ്യങ്ങൾ. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്തതിന് EDയുടെ വണ്ടി കത്തിച്ചവരാണ് ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസുകാർ. ആ കോൺഗ്രസുകാരാണ് തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിൽ പോലീസിന്റെ വീഴ്ച മറച്ചു വെക്കാൻ, കേരള പോലീസിന്റെ കഴിവില്ലായ്മ മറച്ചു വെക്കാൻ, ആ കേരള പോലീസ് ഫലപ്രദമായി ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിന് കഴിവില്ലാത്തവരാണ് എന്ന് തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു സംഭവം ഉണ്ടായത്. യഥാർത്ഥത്തിൽ അത്രയേറെ ജനങ്ങൾ വൈകാരികമായി നിൽക്കുന്നൊരിടത്ത് ആ നിലയിലേക്ക് സുരക്ഷ ഏതുമില്ലാതെ ഒരു അന്വേഷണ സംഘം, അവർ തെറ്റായതിലേക്ക് ഇടപെട്ടവരാണ്, ഇന്ത്യ മുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ജനക്കൂട്ടത്തിന് നടുവിലേക്ക് അവരെ എറിഞ്ഞു കൊടുക്കുകയാണ് കേരള പോലീസ് ചെയ്തത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധമാണ്. ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ അത് വെച്ചിട്ട് CPIM-നെ അങ്ങ് തീർത്തു കളയാമെന്ന് മാത്രമല്ല, ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഇവിടെ CPIM-നെ ആക്രമിക്കാം, മോദിയെ സഹായിക്കാം, നരേന്ദ്രമോദിക്ക് ഇഷ്ടപ്പെടുന്ന ചെയ്യുക. ED ആക്രമിച്ചവരെ ഞങ്ങളിതാ കൈകാര്യം ചെയ്തിരിക്കുന്ന കണ്ടോ, ഞങ്ങളെ കണ്ടു പഠിക്കൂ. ബംഗാളിൽ മമതാ ബാനർജി ചെയ്തു, പക്ഷേ മമതാ ബാനർജിയുടെ പോലീസിന് പറ്റാത്ത വിധ VD സതീശന്റെ പോലീസ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ഇതാണിപ്പോ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ലോകത്തില്ലാത്ത പോലൊരു വേട്ട. എന്താ സംഭവിക്കുന്നത്? ഒരു സംഭവം ഉണ്ടായ ഉടനെ ED കക്ഷി ചേരുന്നു. ഇന്നൊരു കേസ് നടത്തിയതിന്റെ പേരില് പോരാ എന്ന് പറഞ്ഞ് ഒരു അഭിഭാഷകയെ അവരെ ചുമതലയിൽ നിന്ന് നീക്കുന്നു. VD സതീശൻ എത്രത്തോളം രാഷ്ട്രീയ ചെയ്യും ഈ കേരളത്തിൽ മോദിക്ക് വേണ്ടി, EDക്ക് വേണ്ടി? ഇത് നാണമില്ലേ? AICC നേതാക്കന്മാർ കാണുന്നില്ലേ VD സതീശന്റെ പ്രവർത്തനങ്ങൾ? അത് നിയമപരമല്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓരോ മജിസ്ട്രേറ്റ് കോടതിയും ജാമ്യാപേക്ഷ തള്ളിക്കളയുമ്പോൾ കേരളത്തിലെ മാധ്യമം കിടന്ന് അർമാദിക്കുന്ന കാണാം. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമോ? ഇവരുടെയൊക്കെ ചർച്ച കേട്ടാൽ തോന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിലിൽ പറഞ്ഞ പാർട്ടിയാണല്ലോ. 1964 CPM ഉണ്ടാകുമ്പോ ഇതിലെ മുഴുവൻ നേതാക്കന്മാരെ പിടിച്ച് ജയിലിലിട്ടിട്ട് ജയിലിൽ ജനിച്ച പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനത്തെ പാർട്ടി വേറെ ഇല്ല. 1920 ഇന്ത്യയിലേക്ക് വരുമ്പോ എത്രയോ ഗൂഢാലോചന കേസിൽ ജയിലിൽ കിടന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെയാക്കാനാണ് ഈ പരിശ്രമങ്ങളെല്ലാം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല എന്നും നിയമപരമായി ഏതറ്റം വരെ കാരണം കണ്ണൂരിലും കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ ED ഇതുപോലെ രാഷ്ട്രീയ പ്രേരിതമായി റെയ്ഡ് നടത്തി. അവിടെയൊക്കെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഇവിടെ മാത്രമാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഇച്ചിരി കടുത്തു പോകുന്നത്. അത് നാട്ടുകാർ സ്വാഭാവികം, അവിടെ തന്നെ അറിയാതെ ആസൂത്രിതമല്ലെന്ന് അത് കോടതിക്ക് ബോധ്യമാകുന്നു. പക്ഷെ VD സതീശന് ബോധ്യമായില്ല, ആഭ്യന്തര വകുപ്പിനും ബോധ്യമാകുന്നില്ല. BJP അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുള്ള തിരുവനന്തപുരത്ത് വെച്ച് കാലണ വിവരമുള്ളവർ ചെയ്യുന്ന കാര്യമാണോ? ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്ന നടുവിലേക്ക് ഈ സംഘത്തെ കടത്തിവിടുക. അവര് മര്യാദയ്ക്ക് രോഷം പ്രകടിപ്പിക്കില്ലേ നാട്ടുകാർ? അത് സ്വാഭാവികമല്ലേ. അതൊരു പ്രതിഷേധം ഉണ്ടായി. ആ പ്രതിഷേധം കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായി അവിടുന്ന് ആളുകളെ നീക്കം ചെയ്യാം. ഇല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ മാറിയ ശേഷം അവരെ അവിടുന്ന് മാറ്റാം. അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകട്ടെ, ഞങ്ങളിതാ രക്ഷിക്കാനുണ്ട്. പണ്ട് ചെരുപ്പ് കെട്ടി തൂക്കിയിട്ട് അന്വേഷണം തിരിച്ചു വന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഇത് മോദി സേവയാണ്. മോദിയുടെ പറ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ്. EDയെ ഞങ്ങള് ആക്രമിച്ചവരെ ഞങ്ങൾ കൈകാര്യം ചെയ്ത രീതി കണ്ടോ? അങ്ങനെ മോദിയെ സ്തുതിക്കുന്ന, മോദിയെ സഹായിക്കുന്ന ഇന്ത്യ രാജ്യത്തെ BJP സർക്കാരുകൾ പോലും തയ്യാറാവാത്താണ്. ഇപ്പതാ ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന BB റാംജി ബില്ലിനെതിരായിട്ട് ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ, BJPക്ക് നേതൃത്വമുള്ള 3 സംസ്ഥാനങ്ങൾ, അവര് അതിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അവര് ആ പദ്ധതിയിൽ 3 ഇരട്ടിയാണ് ഞങ്ങൾ കെട്ടിവെക്കേണ്ട പണം. തൊഴിലുറപ്പിന്റെ പദ്ധതിയുടെ കാലത്തേക്കാൾ 3 ഇരട്ടി പണം കെട്ടിവെക്കണം. ഏതാണ്ട് 4000 കോടി രൂപ കൊടുത്തിരുന്ന ബീഹാറിന് 19,000 കോടി കൊടുക്കേണ്ടി വന്നു ബീഹാർ സർക്കാർ പറയുകയാണ്. എന്നിട്ടും സതീശൻ പറയുകയാണ് ഏറ്റുമുട്ടലിനില്ല, അൺഹെൽത്തി കോമ്പറ്റീഷൻ ഇല്ല.
എന്താണ് ചേടിക്കിടക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ BJP ഭൂരിപക്ഷം കിട്ടിയാലും, BJPക്ക് കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടിയാലും ഇത്രയും മെച്ചപ്പെട്ടൊരു BJP സർക്കാരിനെ കേരളത്തിൽ അവർക്ക് ലഭിക്കില്ല. തീർച്ചയായും അതാണ് മോദിയെ സുഖിപ്പിക്കാൻ, മോദിയെ സ്വാധീനിക്കാൻ ഒക്കെയായി നടത്തുന്ന PD സതീശൻ്റെ നീക്കം ഒന്ന്. രണ്ട്, CPIM-നെതിരായി അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ നടത്തുന്ന പ്രവൃത്തികൾ. ഇതിന് രണ്ടിനുമേറ്റ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നും VD സതീശന് നേരിട്ടത്. അതാണ് KL കുമാർ നിരീക്ഷിക്കുന്നത്.